ഉള്ളൂ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യത ഭർത്താവിന്റെ കുറ്റവും കുറവും പറഞ്ഞു നടക്കരുത്. ഇത് വലിയൊരു ഹോബിയാക്കിയ നല്ല ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിന്റെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയുക, അയൽപക്കത്തൊക്കെ നടന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രായം ചെന്ന ഉമ്മമാർക്കാണ് ഈ രോഗമൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. കുറച്ചൊക്കെ പ്രായമാകുമ്പോ നേരം വെളുത്ത് വൈകുന്നേരം വരെ അടുത്ത അയൽപക്കങ്ങളിലൊക്കെ നടന്നിട്ട് ഭർത്താവിന്റെ കുറ്റവും കുറവും പറയുന്ന പെണ്ണുങ്ങളുണ്ട്. ഈ വാക്ക് ഒരുപക്ഷെ അവരെ മാറ്റി ചിന്തിപ്പിച്ചെങ്കിലോ മുത്തുനബി പറയുന്നു, ഇന്നീല ഉബഗിദുൽ മർഅത തഖ്റുജു മിൻ ബൈതിഹാ തശ്കൂ സൗജഹാ തജുറു ദൈലഹാ തശ്കൂ സൗജഹാ സദഖ റസൂലുള്ളാഹി. എന്താ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അതിന്റെ പുലർച്ച നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കാണുക. ഫാത്തുമാത്ത നേരം വെളുത്താങ്ങിട്ട് ഇറങ്ങാണ് അയമാക്കാന്റെ കുറ്റം പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, ഇന്നീല ഉബഗിദുൽ മർഅ, ഒരു പെണ്ണിനെ എന്റെ കണ്ണിന്റെ നേരെ എനിക്ക് കണ്ടൂടാ. ഒരു പെണ്ണിനോട് എനിക്ക് മഹാവെറുപ്പാ. ഏതാണ് ആ പെണ്ണ്? തഖ്റുജു മിൻ ബൈതിഹാ, നേരം വെളുത്താ പോരേന്നിറങ്ങും. തജുറു ദൈലഹാ, അവളുടെ വസ്ത്രം അടിച്ചുവാരിങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരെ അർത്ഥം വെക്കേണ്ട ഒരു സംഗതിയല്ലത്. ഇതൊക്കെ ഭാഷാപ്രയോഗങ്ങളാണ്. അതിന് വസ്ത്രം വലിച്ചഴിച്ച് നടക്കണമെന്നില്ല. പറഞ്ഞതിന്റെ അർത്ഥം സഹോദരിമാര് അല്പം താഴ്ത്തിയാ തുണി കൊടുക്കേണ്ടത്, പുരുഷന്മാര് നിരയാണ്ട മേലെയാ കൊടുക്കേണ്ടത്, സഹോദരിമാര് കാൽപാതടക്കം മൂടുന്ന രൂപത്തിലാണ് പർദ്ദയൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ സഹോദരിമാർക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം കൊടുത്തത്, അല്ലേ? സഹോദരിമാരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബി ഞങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ ഞങ്ങളുടെ ഡ്രസ്സ് വഴിയിൽ കാലിങ്ങനെ മൂടിയില്ല എന്നുള്ള മട്ടിൽ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ വഴിയിലെ പൊടിപടലങ്ങളൊക്കെ പിടിക്കും, എന്താ നബിയെ പരിഹാരം? പിന്നെ ആ ഡ്രസ്സ് നിസ്കരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുമ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുതഹിറു മാ ഖബ്ലഹാ മാ ബഅദഹാ മാ ഖബ്ലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം വരുന്ന മണ്ണ് ഏതെങ്കിലുമൊക്കെ നജസ്സുകളിലൂടെ ഇത് വലിഞ്ഞു നീങ്ങിയെങ്കിൽ ശുദ്ധമായ മണ്ണിലൂടെ നീങ്ങുമ്പോൾ അത് ശുദ്ധിയാവും എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുണ്ടാകും. നേരെ മറിച്ചോ പുരുഷന്മാര് താഴ്ത്തി ഉടുത്താലോ അവരുടെ നിസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞതോ, ഇന്നല്ലാഹ ലാ യഖ്ബലു സലാത മുസ്ബിലിൻ നിസാറാൻ, മുണ്ട് വലിച്ചഴച്ച് നടന്നവന്റെ നിസ്കാരം സ്വീകരിക്കൂല. കാരണം അവന്റെ പാൻസിന്റെ തലപ്പില് എപ്പോഴും ഏതുണ്ടാകും, അവന്റെ പാൻസിന്റെ തലപ്പിൽ എപ്പോഴും അഴുക്കുണ്ടാവും. കാരണം ഈ റോഡരികിലൊക്കെ പശു കാഷ്ടിച്ചിട്ടുണ്ടാകും, മൂത്രമൊഴിച്ചിട്ടുണ്ടാകും, അതിലൂടെ അങ്ങനെ അടിച്ചു വലിച്ചു നടക്കല്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ തോട്ടി എന്നാണ് അവനെ വിളിച്ചത്. ചൂരി പാൻറ് എന്ന് വിളിച്ചിട്ടുണ്ട്, തോട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ട്. എല്ലാ ആശയങ്ങളോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റിയ തരത്തിലുള്ളതുണ്ട്. അവിടെ കണക്കിന് പരിഹസിച്ചു ഒരു മോഡേൺ വസ്ത്രധാരിയെ. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരല്പം വിട്ടുവീഴ്ച തന്നെ കൊടുക്കാൻ കാരണം. അപ്പൊ പെണ്ണുങ്ങൾ സാധാരണ ഇങ്ങനെ നടക്കുമ്പോ വസ്ത്രം ഇങ്ങനെ അടിച്ചുവാരി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് നബി തജുറു ദൈലഹ എന്ന് പറഞ്ഞത്. അതൊന്നും അതിന് കണക്കല്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അടിച്ചുവാരിയോ അല്ലേ എന്നുള്ളതല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ഏക്കട്ടി നടക്കുക. തജുറു ദൈലഹ നമ്മൾ പറയാറുണ്ടല്ലോ, ഏക്കട്ടി നടക്കുക, ചെറിയും തോളിലിട്ട് നടക്കുക എന്നൊക്കെ പറയാറുണ്ട്. തജുറു ദൈലഹ, അലക്ഷ്യമായി ഇങ്ങനെ നടക്കുന്നു, നേരം വെളുത്ത ആ വസ്ത്രവും വലിച്ച് അങ്ങനെ നടക്കും. തശ്കൂ സൗജഹ, എന്താ പാത്തുമ്മത്താത്താക്ക് പറയാനുള്ളത്? തന്റെ ഭർത്താവ് പോക്കരുകാക്കയെ പറ്റിയുള്ള പരാതിയാണ്. തശ്കൂ സൗജഹ. 36 നേരം വെളുത്താങ്ങട്ട് ഇറങ്ങും, എന്നിട്ട് ആദ്യത്തെ പരേ പോവും. പിന്നെ നമ്മളോടുണ്ടൊരു മൂപ്പര് എന്നിട്ട് തുടങ്ങും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരേ പോയിട്ടും തുടങ്ങും. സ്വന്തം ഭർത്താവിന്റെ കുറ്റം മറഞ്ഞ് നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് മഹാവെറുപ്പാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, റിപ്പോർട്ട് ചെയ്ത